അപ്പൊ ദേ നമ്മൾ ഇന്ന് പാവയ്ക്ക തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ റെസിപ്പി എന്താന്ന് നോക്കാമേ. നമുക്ക് ഇതേ പാവയ്ക്ക ഇതുപോലെ വട്ടം വട്ടം അരിഞ്ഞെടുക്കാമേ. ഇടുക്കിക്കാർ അരിയുന്നത് ചെറുതായിട്ടാണ് കേട്ടോ. മിക്കവരും അരിയുന്ന അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ വീടിന്റെ അമ്മ അരിയുന്ന എങ്ങനെയായിരുന്നു, പെട്ടെന്ന് പണിയായിരിക്കും. പിന്നെ കറിക്ക് കുറച്ച് എന്താ പറയുന്നേ, പുലിമ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ അരിയുന്നേ. അപ്പൊ ആള് കൂടുതലുള്ളടത്ത് നമ്മളിങ്ങനെ കുരുമുനാന്ന് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ചാറ് പോലും ഒഴിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം. പക്ഷെ എനിക്കിപ്പം ഇതാ സിമ്പിൾ ആയിട്ട് തോന്നുന്നു. മറ്റേ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് കഴിയേണ്ട കാര്യം നമ്മൾ 10 മിനിറ്റ് 15 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവും. അപ്പൊ നമുക്ക് ഇതിങ്ങനെ വട്ടം വട്ടം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളില് ഇത് കളഞ്ഞു. ഇതാണ് ഇത്രയും നേരം മതി. നമ്മുടെ പാവയ്ക്ക റെഡിയായേ ആയിട്ട്. ഇനി ഇത് വാഷ് ചെയ്തിട്ട് നമുക്ക് അതിന് അടുപ്പത്ത് വെക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. ഇനി ഇത് നമുക്ക് ഈ പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാമേ. ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ഒരു വാളംപുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയിട്ട് തീ കത്തിച്ച് കൊടുക്കാമേ. ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ഇടാനുണ്ട് കേട്ടോ. കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇത്ര ഇട്ട് കൊടുക്കണേ. അപ്പൊ അതുവരെ ഞാനിതൊന്ന് മൂടി വെച്ച് വേവിക്കാൻ പോവാണേ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളക് റെഡിയാക്കി എടുക്കാമേ. അത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഈ പാവയ്ക്ക നല്ലവണ്ണം വെന്ത് വരണം. ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തരച്ചെടുക്കാം. തേങ്ങ വറുത്തരയ്ക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് കൊടുക്കാം. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. രണ്ട് മൂന്ന് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാവേ. കുറച്ച് ഒന്നുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ച് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുക്കാം. ഇത് വറുത്തെടുക്കുന്ന നേരം കൊണ്ട് നമുക്ക് പാവയ്ക്ക വെന്ത് കിട്ടും. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാമേ. നല്ലോണം ഇളക്കി കൊടുക്കാം. ഒരുപാട് തേങ്ങയൊന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ. വറുത്തരച്ച് കറി വെക്കുന്നതില് നമുക്ക് പാവയ്ക്ക ആയതുകൊണ്ട് ചെറിയ കയ്പൊക്കെ ഉണ്ടാവും. പക്ഷെ പാവയ്ക്കത്തിയിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പുളി ഒഴിക്കുന്നതുകൊണ്ട് വലിയ കയ്പില്ല. അതിന്റെ കയ്പൊക്കെ ഇറങ്ങി പൊക്കോളും പുളിക്കകത്തിട്ട് വേവിക്കുന്നതുകൊണ്ട്. നല്ല കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. കുറച്ചുകൂടി ആവണം കേട്ടോ. ഞാൻ ഒരുപാട് തേങ്ങ ഒന്നിനും അരയ്ക്കാറില്ല കേട്ടോ. ഒന്നാമത്തെ നമ്മൾ എണ്ണ അധികം ഒഴിച്ചാണ് കുക്ക് ചെയ്യുന്നത്. അപ്പൊ തേങ്ങ ആവശ്യത്തിന് മതി. ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ തേങ്ങയുടെ അരപ്പ് മാത്രം ഇങ്ങനെ പരണ്ട് കിടക്കും. പിന്നെ ഇത് ചാറ് പോലെയാണ് വെക്കുന്നത്. അങ്ങനെ
വറ്റിച്ചെടുക്കുന്ന പരിപാടിയില്ല. അതുകൊണ്ട് പാവയ്ക്ക കറിയാണോ പാവയ്ക്ക തീയലാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. ശരിക്കും ചോറിൽ കോരി ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണതാണ് കേട്ടോ. അപ്പൊ തീയലാണ്. അതായത് ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ നിർത്തിയിട്ട് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പൊടിക്ക് മതി, നമുക്കൊരു ചെറിയ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അത്. നമുക്ക് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. തീ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ആ ചൂടിൽ തന്നെ കിടന്ന് ആയി വന്നോളൂ. ഒന്ന് മാറ്റി വെക്കാം. അപ്പൊ അതേ നമ്മുടെ പാവയ്ക്കയുടെ അവസ്ഥ എന്തായി നോക്കാൻ വേണ്ടി നമ്മുടെ പാവയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ്ട് ഒന്ന് രണ്ടായിട്ട് മുറിച്ചിടുക. കുറച്ചൊരു ഒതുക്കം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മൂടി വെച്ചേക്കാം. അരപ്പ് അരച്ചെടുത്തിട്ട് വരാമേ. അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം അധികം വേണ്ട കേട്ടോ, അതുകൊണ്ട് ഞാൻ വേറെ വെള്ളം ഒഴിക്കുന്നില്ല. ഇത് ശരിക്കും പാവയ്ക്ക വറുത്തരച്ച കറിയായില്ലേ. അധികം പറ്റിക്കില്ല കേട്ടോ. അധികം പറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ ചാറുണ്ടാവൂല. തീയലിനൊക്കെ നല്ലോണം പറ്റിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോ കറിയായിട്ട് എടുക്കുകയാണ്. പറ്റിച്ചെടുക്കാം. ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാമേ. അതായത് ഇപ്പൊ നല്ലോണം തിളച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വെള്ളം പറ്റി കുറുകി വരട്ടെ. അപ്പൊ അതേ നമ്മുടെ പാവയ്ക്ക തീയൽ അല്ലെങ്കിൽ പാവയ്ക്ക വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറി ആണെങ്കിലും തീയലാണെങ്കിലും റെസിപ്പി ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. പിന്നെ തീയൽ വെക്കുമ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഇരിക്കാൻ വേണ്ടി വെക്കുന്നതും കറി ആവുമ്പോൾ 2 ദിവസം കൊണ്ട് കൂട്ടി തീരാൻ വെക്കുന്നതും അത്രേ വ്യത്യാസമുള്ളൂ. കടുക് താളിക്കാൻ ഞാൻ ഇതേ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാമേ. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളത്, ഉള്ളി, ഉള്ളിയൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് പാവയ്ക്കയിലേക്ക് ഇടാം. അപ്പൊ നമ്മുടെ പാവയ്ക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. മുട്ട വറുത്തത്, നമ്മുടെ പാവയ്ക്ക തീയല്, ഇതങ്ങനെ കോരി ഒഴിച്ച് കഴിക്കാം. ചാറ് പറ്റിച്ച് കളയാതിരുന്ന
ബീഫ് റോസ്റ്റ്, പിന്നെ ഇതാ അച്ചാറും ഇഞ്ചിക്കറി. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം.